നമസ്കാരം. നമ്മളിന്ന് ഈ എന്താ പറയാ ഈ പഠനയാത്രയിൽ നാസയുടെ രേഖകളും പിന്നെ ടെസ് JWST പോലെയുള്ള പുതിയ ടെലിസ്കോപ്പുകളുടെ ഡാറ്റയും ഒക്കെ വെച്ച് ഒരു വലിയ അന്വേഷണം നടത്തുകയാണ്. അന്യഗ്രഹങ്ങളെക്കുറിച്ചും അവിടെ ജീവനുണ്ടോ എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ പ്രധാനമായി നോക്കുന്നത്. അതെ അതെ, ഇത് വെറുമൊരു ഡേറ്റ വായനയല്ല കേട്ടോ. നമ്മൾ പ്രപഞ്ചത്തെ കാണുന്ന രീതി തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കാൻ പോകുന്നൊരു വിഷയമാണിത്. ശരിയാ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ടെസ് ദൗത്യത്തിലേക്ക് വരാം. ഈ ഗ്രഹങ്ങളെ കണ്ടെത്താൻ അവർ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, ആ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇരുട്ടത്ത് ദൂരെ കത്തുന്ന ഒരു വലിയ സ്റ്റേഡിയം ലൈറ്റിന് മുന്നിലൂടെ ഒരു ചെറിയ കൊതുക് പറന്നു പോകുന്നത് പോലെയല്ലേ അത്? ആ കൊതുക് കാരണം ലൈറ്റിനുണ്ടാകുന്ന ആ ഒരു ചെറിയ മങ്ങൽ നമ്മൾ അളക്കുന്നത് പോലെ. വളരെ കൃത്യമായൊരു ഉപമയാണത്. ഒരു നക്ഷത്രത്തിനു മുന്നിലൂടെ ഒരു ഗ്രഹം കടന്നു പോകുമ്പോൾ അതിന്റെ പ്രകാശത്തിലുണ്ടാകുന്ന ഈ ചെറിയ മങ്ങലിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് ഡെപ്ത് എന്ന് വിളിക്കുന്നത്. അതായത് വെറുതെ പ്രകാശം കുറയുന്നു എന്നല്ല, ആ നക്ഷത്രത്തിന്റെ മൊത്തം വലിപ്പത്തിൽ എത്ര ഭാഗമാണ് ഈ ഗ്രഹം മറയ്ക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അളക്കും. ഓ, അപ്പൊ അങ്ങനെയാണ് ഈ ഗ്രഹത്തിന്റെ വലിപ്പമൊക്കെ മനസ്സിലാക്കുന്നതല്ലേ? അതുതന്നെ. പിന്നെ ഈ ഡേറ്റ വെച്ച് ആ ഗ്രഹം ഒരു ഹാബിറ്റബിൾ സോണിലാണോ, അതായത് ദ്രാവക രൂപത്തിൽ വെള്ളം നിലനിൽക്കാൻ സാധ്യതയുള്ള ആ ഒരു ഗോൾഡിലോക്ക് സോണിലാണോ ഉള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായി. പക്ഷെ അവിടെ ഒരു ഗ്രഹമുണ്ടെന്ന് കണ്ടെത്തിയാലും നമുക്കവിടെ പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. അവിടെ ശ്വസിക്കാൻ വായു ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ? തീർച്ചയായും. അവിടെയാണ് നമ്മുടെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് അഥവാ JWST വരുന്നത്. അതിലെ ട്രാൻസ്മിഷൻ സ്പെക്ട്രോസ്കോപ്പി എന്നൊരു സംവിധാനം ഉപയോഗിച്ചാണ് നമ്മളിത് നോക്കുന്നത്. അതെ, ആ ഡേറ്റ നോക്കുമ്പോൾ ട്രാപ്പിസ്റ്റ് 1D എന്ന ഗ്രഹത്തിൽ കാര്യമായ അന്തരീക്ഷമൊന്നുമില്ല എന്ന് കാണുന്നുണ്ട്. പക്ഷേ ട്രാപ്പിസ്റ്റ് 1Eയിൽ നൈട്രജൻ ഉണ്ടാകാമെന്നും പിന്നെ LHS 1140b എന്ന ഗ്രഹത്തിൽ ഒരു 9 മുതൽ 19% വരെ വെള്ളം ഉണ്ടായേക്കാമെന്നും പറയുന്നു. ഇത്ര ദൂരെ നിന്നിതൊക്കെ എങ്ങനെയാ വായിച്ചെടുക്കുന്നത്? അത് നോക്കൂ, നക്ഷത്രത്തിന്റെ പ്രകാശം ഈ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോഴില്ലേ, അതിലെ വാതകങ്ങൾ ചില പ്രത്യേക പ്രകാശ തരംഗങ്ങളെ അങ്ങനെ വലിച്ചെടുക്കും, അതായത് ആഗിരണം ചെയ്യും. അപ്പോ ബാക്കി വരുന്ന പ്രകാശം നമ്മുടെ ടെലസ്കോപ്പിലെത്തുമ്പോൾ അതിലെ ചില നിറങ്ങൾ മിസ്സിംഗ് ആയിരിക്കും. ഓരോ വാതകത്തിനും ഓരോ വിരലടയാളം ഉള്ളതുപോലെയാണത്. അപ്പോൾ ആ മിസ്സിംഗ് ആയ പ്രകാശം വെച്ചാണ് അവിടെ വെള്ളമാണോ നൈട്രജൻ ആണോ എന്നൊക്കെ തിരിച്ചറിയുന്നതല്ലേ അടുവഴി. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഈ ട്രാപ്പിസ്റ്റ് സിസ്റ്റത്തിലെ ഗ്രഹങ്ങളെല്ലാം ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളോട്, അതായത് റെഡ് ഡ്വാഫുകളോട് വളരെ അടുത്തല്ലേ നിൽക്കുന്നത്? അതെ, വളരെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രത്തിൽ നിന്നുള്ള ഭയങ്കരമായ റേഡിയേഷൻ കാരണം ഈ ഗ്രഹങ്ങളുടെ അന്തരീക്ഷം എന്നേക്കുമായി കരിഞ്ഞു പോവില്ലേ? അത് ശരിക്കും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ആദ്യത്തെ അന്തരീക്ഷം ഈ ചൂടിൽ പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെയാണ് നമ്മളൊരു സെക്കൻഡറി അറ്റ്മോസ്ഫിയർ, അതായത് രണ്ടാമതൊരു അന്തരീക്ഷം രൂപപ്പെടാനുള്ള സാധ്യത കാണുന്നത്. രണ്ടാമതൊരു അന്തരീക്ഷമോ? അതെങ്ങനെയാ ഉണ്ടാവുക? ഈ അന്തരീക്ഷം നഷ്ടപ്പെട്ട ഗ്രഹത്തിന്റെ ഉള്ളിലെ അഗ്നിപർവ്വതങ്ങൾ വലിയ തോതിൽ പൊട്ടിത്തെറിക്കാം. അങ്ങനെ ഉള്ളിൽ നിന്ന് പുതിയ വാതകങ്ങൾ പുറത്തേക്ക് വരും. ആ ഗ്രഹം സ്വന്തമായി വീണ്ടും ഒരു പുതിയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുമെന്നാണ് കരുതുന്നത്. വാവ്! ഗ്രഹം സ്വന്തമായി ഗ്യാസ് പുറന്തള്ളി പുതിയ അന്തരീക്ഷമുണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത വലിയ ചോദ്യം അവിടെ ജീവനുണ്ടാകുമോ എന്നതാണല്ലോ. ഡേറ്റയിൽ പറയുന്നത് ബയോസിഗ്നേച്ചറുകൾ നോക്കണമെന്നാണ്, പ്രത്യേകിച്ച് ഈ ഓക്സിജനും മീഥേനുമൊക്കെ ഒരേ സമയം ഉണ്ടോ എന്ന്. അതെ, സാധാരണയായിട്ട് ഓക്സിജനും മീഥേനും അങ്ങനെ ഒന്നിച്ചു നിൽക്കില്ല. അവ പെട്ടെന്ന് തന്നെ പ്രതിപ്രവർത്തിച്ച് ഇല്ലാതാവും. ഒരു കപ്പിൽ ചൂടുള്ള ചായയും ഐസ് ക്യൂബും ഒരുമിച്ചിരിക്കുന്നത് പോലെയല്ലേ അത്? ശരിയാണ്. അവ രണ്ടും അവിടെ ഒരേ സമയം ഉണ്ടെങ്കിൽ അതിനർത്ഥം ആരോ അത് തുടർച്ചയായി ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതുപോലെയാണ് ഈ വാതകങ്ങളുടെ കാര്യവും. അപ്പോ ഈ വാതകങ്ങളെ തുടർച്ചയായിട്ടുണ്ടാക്കുന്നത് ചിലപ്പോ അവിടെയുള്ള സൂക്ഷ്മജീവികളോ സസ്യങ്ങളോ ഒക്കെ ആകാം അല്ലേ? നമ്മൾ ആ കാട്ടുതീയുണ്ടോ എന്നറിയാൻ ദൂരെ നിന്ന് പുകയുണ്ടോ എന്ന് നോക്കുന്നത് പോലെ. അതുതന്നെ. ഇത്തരം മാറ്റങ്ങൾ എവിടെയൊക്കെയുണ്ടെന്നാണ് പുതിയ ഇൻഫ്രാറെഡ് സ്പെക്ട്രോഗ്രാഫുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ അന്വേഷിക്കുന്നത്. പല ഗ്രഹങ്ങളിലും ശരിയായ ഒരു അന്തരീക്ഷം പോലും ഇല്ല എന്ന് ഈ ഡാറ്റ കാണിക്കുമ്പോൾ നമ്മുടെ ഭൂമി എത്രത്തോളം അപൂർവമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യം. ഈ ഭൂമിയുടെ അപൂർവത നിങ്ങളെല്ലാവർക്കും ഈ യാത്രയിലൂടെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് നൽകാം. തീർച്ചയായും അതൊരു വലിയ ചോദ്യം തന്നെയായിരിക്കും. അതെ, നാളെ ഈ ടെലസ്കോപ്പുകൾ വഴി
അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു സിഗ്നൽ നമുക്ക് ലഭിച്ചുവെന്ന് കരുതുക. അങ്ങനെ സംഭവിച്ചാൽ മനുഷ്യരാശി അവരെ തന്നെ നോക്കിക്കാണുന്ന രീതിയെ അതെങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക? ഈ വലിയൊരു ചിന്ത നിങ്ങളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ അന്വേഷണം ഇവിടെ നിർത്തുന്നു.